റോസ് തോമസ് സാറിന്റെ ഇളയ മകളാണ്. സാറിന്റെ കൂടെ 1-2 പാട്ടുകൾ പാടുകയും ചെയ്തതാണ്. അപ്പോൾ റോസിന് സുറിയാനിയോടുള്ള താല്പര്യത്തെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാമോ? എനിക്ക് താല്പര്യം തുടങ്ങിയത് ആക്ച്വലി എൻ്റെ പപ്പ ചെറുപ്പം തൊട്ടേ പാടുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ പപ്പ ഇങ്ങനെ പാടുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പപ്പ എപ്പോഴും പറയുമായിരുന്നു, ഇതൊക്കെ ഇപ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ, പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് ട്യൂണും ഒന്നും കാണത്തില്ല എന്ന്. അപ്പോൾ ചെറുപ്പം തൊട്ടേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇത് സുറിയാനി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഇപ്പോൾ കുറച്ച് പഠിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പപ്പ തന്നെയാണ് അതിന് പ്രചോദനമായത്. സുറിയാനി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. വളരെയധികം റിസോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്റെ ചേച്ചി പഠിക്കുന്നുണ്ട്. ചേച്ചിയുടെ പേര് വിന്നു ഡോൺ എന്നാണ്. അപ്പൊ ചേച്ചിക്ക് 2 കുട്ടികളും ഉണ്ട്. അപ്പൊ പപ്പ അവരെ സുറിയാനി പാട്ടുകൾ പഠിപ്പിക്കുകയും അവരെ കീബോർഡ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് ഇടയ്ക്കൊക്കെ വായിക്കാറുമുണ്ട്. അവർക്ക് പാട്ടുകൾ പാടാനും അറിയാം. അതെ. റോസിന് പപ്പയുടെ അടുത്ത് നിന്നാണ് സുറിയാനി പകർന്നു കിട്ടിയത്. പക്ഷെ അതിലുപരി ഇതൊരാൾ പഠിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ പഠിക്കണമെന്നില്ലല്ലോ. അത് റോസിന്റെ ഒരു താല്പര്യം കൊണ്ടാണ് റോസ് അത് പഠിച്ചത്. അപ്പം എന്താണ് റോസിനെ സുറിയാനിയിലേക്ക് ആകർഷിച്ചത് എന്ന് കൂടി ഒന്ന് സംസാരിക്കാം. മെയിനായിട്ട് പൈതൃകമായിട്ട് ഉള്ള ആ ഒരു താല്പര്യം അങ്ങനെ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഈശോ സംസാരിച്ച ഭാഷ, അപ്പോൾ അത് പഠിക്കാനും അങ്ങനെയുള്ള പാട്ടുകൾ പാടാനും ഉള്ള ആഗ്രഹം. ഇപ്പൊ നമ്മുടെ കുർബാനയിൽ തന്നെ ആണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറയുന്ന പാട്ട് പാടേണ്ട സമയത്ത് പലരും മറ്റു പാട്ടുകൾ പാടാറുണ്ട് ആ സമയത്ത്. അപ്പോ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മള് ഈശോ പറഞ്ഞ വാക്കുകളാണ് ആ പാട്ടിലുള്ളത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിന് അത്രയും ആപ്റ്റ് ആയിട്ടുള്ള പാട്ട് വേറെ ഏത് പാട്ട് പാടിയാലും അത് വരില്ല. അപ്പോ അത് എന്നാന ലാഹുമ്മ എന്ന് പറയുന്ന സുറിയാനി പാട്ട് അതിന് പകരം പാടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാറുണ്ട്. എന്നാന ലാഹുമ്മ ഹയ്യാദ് മിൻഷ്മയ ലഹ്തേസ് ആനാ ലാഹുമ്മ ലഹ്തേസ് മിൻ റൗമാ. സോ അത് എൻ്റെ അടുത്ത് ഞാൻ കുറച്ചു പേരോടൊക്കെ അങ്ങനെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. റോസിന്റെ ഏറ്റവും ഫേവറേറ്റ് സുറിയാനി പാട്ട് ഏതാണെന്ന് പറയാം? എന്നാനലാകുമ്പോ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോ യൂട്യൂബില് നമ്മുടെ യൂട്യൂബ് ടിവിയിൽ ഇട്ടിട്ട് സുറിയാനി പാട്ട് തന്നെ കേട്ടോണ്ടിരിക്കാറുണ്ട്. അപ്പോ ഒരു പ്രത്യേക ഒരു വൈബ് കിട്ടാറുണ്ട്. റോസിന് ഇപ്പം സുറിയാനിയോടുള്ള ഈ താല്പര്യം കിട്ടിയത് റോസിന്റെ ഫാദറിൽ നിന്നാണ്. റോസിന്റെ ഫാദർ തോമസ് സാറിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ്. അപ്പോൾ അടുത്ത തലമുറ, ഇനി റോസിന് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കും ഇത് പകർന്നു കൊടുക്കാനാണോ റോസിന്റെ താല്പര്യം? തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാൻ തന്നെയാണ് താല്പര്യം. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമില് എന്നെ കൊണ്ടാവുന്ന വിധത്തില് സുറിയാനി പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ഞാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നോക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.